പാലക്കാട് ജില്ലയിലെ സൈനികരുടെ കൂട്ടായ്മയായ കരിമ്പനക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ 78ാമത് ആർമി ഡേ ആഘോഷിക്കും. ഇതിന്റെ ഭാഗമായി പാലക്കാട് നഗരത്തിൽ മാരത്തൺ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 15-ന് രാവിലെ 6 മണിക്ക് പാലക്കാട് കോട്ടമൈതാനത്തു നിന്നും മാരത്തൺ ആരംഭിക്കും. പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വിഭാഗത്തിൽ 6 കിലോമീറ്ററാണ് മാരത്തൺ നടത്തം. 1ാം സ്ഥാനത്തിന് 5000 രൂപയും 2ാം സ്ഥാനത്തിന് 3000 രൂപയും 3ാം സ്ഥാനത്തിന് 2000 രൂപയും 4ാം സ്ഥാനം മുതൽ 10 വരെ സ്ഥാനങ്ങൾക്ക് 500 രൂപ വീതം സമ്മാനം നൽകും. ടീഷർട്ട്, മെഡൽ, സാക്ഷ്യപത്രം എന്നിവ നൽകുമെന്ന് കരിമ്പനക്കൂട്ടം പ്രസിഡന്റ് എൻ സതീഷ്, സെക്രട്ടറി ദിനൽ രാജ്, കൺവീനർ കൃഷ്ണകുമാർ, രക്ഷാധികാരി ശിവദാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഞങ്ങൾ പാലക്കാടൻ സൈനിക കൂട്ടായ്മ കരിമ്പനക്കൂട്ടം 2020 ജൂൺ 3-ന് പാലക്കാട് ജില്ലയിൽ തുടക്കം കുറിച്ചൊരു സംഘടനയാണ്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർവ്വ സൈനികരുടെ ഉന്നമനത്തിനും അതുപോലെ വീരമൃത്യു വരിച്ച ധീര സൈനികരുടെ കുടുംബാംഗങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് പാലക്കാടൻ സൈനിക കൂട്ടം എന്ന കരിമ്പനക്കൂട്ടം. അപ്പോൾ കഴിഞ്ഞ 5 വർഷ കാലയളവിൽ ഞങ്ങൾ ഒരുപാട് സാമൂഹിക സന്നദ്ധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ ഞങ്ങളുടെ സാമൂഹിക പ്രവർത്തനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ ഉത്സവങ്ങളായ ഓണം, വിഷു, അതുപോലെ പലതരം നമ്മുടെ ആർമി ഡേ, അതുപോലെ ഞങ്ങളുടെ ഉത്സവമായ ആർമി ഡേ, അതുപോലെ റിപ്പബ്ലിക് ഡേ, നമ്മുടെ 26 ജനുവരി, അതുപോലെ ഇൻഡിപെൻഡൻസ് ഡേ, ഈ സമയങ്ങളിലെല്ലാം ഞങ്ങൾ ബാക്കിയുള്ളവരുമായിട്ട് സമയം ചെലവഴിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അനാഥ മന്ദിരങ്ങളിലും അതുപോലെ വൃദ്ധസദനങ്ങളിലും അതുപോലെ മാതൃഭവനങ്ങളിലും പോയി അവരുമായിട്ട് ഒരു ദിവസം ഞങ്ങൾ അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാനും അവർക്ക് വേണ്ട ആ കിറ്റുകളും ഓണക്കിറ്റ് നൽകിയും അതുപോലെ വിഷുവിന് അവർക്ക് കൈനീട്ടം നൽകിയും അതുപോലെ നമ്മൾ പലതരം അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ്. മാരത്തൺ മൈതാനത്തു നിന്ന് സ്റ്റേഡിയം, സിവിൽ സ്റ്റേഷൻ, ടൗൺ ഹാൾ വഴി തിരിച്ച് കോട്ടമൈതാനിയിൽ സമാപിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. കുറഞ്ഞ പ്രായത്തിൽ തന്നെ ആർമിയിൽ നിന്നും വിട്ടുവരുന്നവരുടെ പുനരധിവാസം സംസ്ഥാന സർക്കാർ ഉറപ്പുവരുത്തണമെന്ന് സംഘാടകർ ആവശ്യപ്പെട്ടു. UTV ന്യൂസ്, പാലക്കാട്.